ഹായ്, അപ്പൊ നമ്മള് മറ്റൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് കാലത്തിന് ശേഷം. ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് ഷെങ്കൻ വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് ഷെങ്കൻ യൂറോപ്പിലേക്ക് എങ്ങനെ പോകാന്നുള്ളതും ഫസ്റ്റ് ഇതിന്റെ ടൂറിസ്റ്റ് വിസ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അതിന് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എന്താണ് ഷെങ്കൻ എന്നുള്ളത് പറയാം. യൂറോപ്യൻ യൂണിയനിലുള്ള മെമ്പേഴ്സിൽ അയർലൻഡും സൈപ്രസും അല്ലാതെ ഒരു 25 ഇപ്പൊ നിലവിൽ ബൾഗേറിയ, റൊമാനിയ അടക്കം 29ഓളം കൺട്രീസ് ആണ് ഈ ഷെങ്കൻ എന്ന് പറയുന്ന റീജിയനിലുള്ളത്. അതായത് യൂറോപ്യൻ റീജിയൻ ഉള്ളത്. ഇവിടെ കാണുന്ന ഈ റഷ്യയുടെ താഴെ നമ്മുടെ സ്പെയിനും ജർമ്മനിയും നെതർലാൻഡ്സും സ്വിറ്റ്സർലാൻഡൊക്കെ അടങ്ങുന്നത് ഷെങ്കനിലാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് വീഡിയോ യു എയിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ളതാണ്. കാരണം ഞാൻ യു എയിൽ നിന്നാണ് അപ്ലൈ ചെയ്തത്. എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കൊരു ഏജന്റിന്റെ ആവശ്യമുണ്ടോ, നമ്മൾ സ്വന്തം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് യു എ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് അബുദാബിയിലോ അല്ലയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് അബുദാബി VFSൽ കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾ നമുക്ക് ബാക്കി ഷാർജ, നോർത്തേൺ എമിറേറ്റ്സ്, ദുബായ് എല്ലാ ആളുകളും കൊണ്ടു കൊടുക്കേണ്ടത് ദുബായിലാണ്. ഞാനൊരു വിസക്ക് അപ്ലൈ ചെയ്ത കഥ കൂടിയാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പം ഈ കഴിഞ്ഞ മാസം ഞാൻ സമ്മറിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രിയക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിസയുടെ സ്റ്റാറ്റസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഷെങ്കൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ, ഷെങ്കൻ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് വെബ്സൈറ്റിൽ ഇവിടെ നമ്മുടെ ഓതറൈസ്ഡ് ആയിട്ട് അവരുടെ ഏജന്റ് എന്ന് പറയുന്നത് VFS ആണ്. VFS ഒരു തേർഡ് പാർട്ടി ഏജന്റാണ്. VFS ആണ് ഇവിടെ ഷെങ്കൻ വിസ ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നേരിട്ട് എംബസിയിലൊന്നും പോകാൻ പറ്റില്ല, VFS ത്രൂ മാത്രമാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ VFS അബുദാബിയിലെ വേൾഡ് ട്രേഡ് സെന്ററിലും ദുബായിലെ ഒരു വാഫി മാളിലുമാണുള്ളത്. ചില എംബസീസിന്റെ ഏരിയാസ്, ചില VFSന്റെ ഏജൻറ്റ്സ് ചില സ്ഥലങ്ങൾ വേറെ സ്ഥലങ്ങളിലാണല്ലോ. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിവിടെ സൈഡിൽ ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി കാണിച്ചു തരാം. ഒരു ബുക്ക് മെനു എടുത്തിരിക്കാം, നമുക്കൊന്ന് തുടങ്ങി നോക്കാം എങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ വേണ്ടത് VFS ഓസ്ട്രിയ അല്ലെങ്കിൽ VFS ഇറ്റലി എവിടെയാണോ നമുക്ക് പോകേണ്ടത് അത് നമ്മൾ ആദ്യം തന്നെ ടൈപ്പ് ചെയ്യാം. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് അപ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടും. അതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇമെയിൽ ID, നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് അവരൊരു ലിങ്ക് നമ്മുടെ ഇമെയിലിലേക്ക് അയച്ചു തരും. അതിൽ കയറിയിട്ട് ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. അപ്പോൾ അത് അക്കൗണ്ട് ആക്റ്റീവ് ആയെന്ന് കാണിക്കും. അതിനകത്ത് നമ്മളിങ്ങനെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിതിനകത്ത് ഷോർട്ട്സ് ടൂറിസം അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റേ ടൂറിസം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എംബസി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ്ലി സ്ലോട്ട് അവൈലബിൾ അല്ലെങ്കിൽ അവരുടെ സ്ലോട്ട് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. അല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് അതിനകത്ത് കാണിക്കും. നമുക്ക് അതിനകത്ത് ഡേറ്റ് കാര്യങ്ങൾ പോയിട്ട് ബുക്ക് ചെയ്യാണ് വേണ്ടത്. കൺട്രീസിന് ഇപ്പം വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓസ്ട്രിയ ഞാൻ മുമ്പൊന്നും കണ്ടില്ല. ഓസ്ട്രിയ ഇപ്പോൾ ജർമ്മനിയൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് അഥവാ സ്ലോട്ട് അവൈലബിൾ അല്ലെങ്കിൽ അവർ നമുക്കൊരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാനുള്ള ഓപ്ഷൻ തരും. അപ്പോൾ നമ്മുടെ മെയിൽ ID അവിടെ ടൈപ്പ് ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലിടും. എന്നിട്ട് ഏതെങ്കിലും സ്ലോട്ട് ക്യാൻസൽ ആയാൽ അവർ നമുക്കൊരു മെയിൽ അയച്ചു തരും. 24 hours അല്ലെങ്കിൽ 48 hours വാലിഡിറ്റി ഉള്ള ഒരു ലിങ്ക് അയച്ചു തരും. ആ സ്ലോട്ട് നമുക്ക് അവർ ബുക്ക് ചെയ്ത് വെക്കും. ചില സമയത്ത് നമ്മൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് മേലെ എങ്ങനെ കാണിക്കും 2 hours കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാം, കുക്കീസ് ക്ലിയർ ചെയ്ത് ട്രൈ ചെയ്യാന്ന് പറയും. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ വരുന്നതാണ്. സോ അതിനുള്ളൊരു ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകോഗ്നേറ്റോ മോഡിൽ ഇടാം. ഈ ബ്രൗസറോ അല്ലെങ്കിൽ ഒപ്പര മിനിലൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴാണ് കിട്ടിയത്. ആ സമയത്ത് അത് ഓപ്പൺ ആവും. ആ സമയത്ത് സ്ലോട്ട് കൺഫേം ചെയ്യുന്ന സമയത്ത് 114 ദിറംസാണ് പേ ചെയ്തത്. 110 മുതൽ 114 ദിറംസ് അങ്ങനെയാണ് അവരുടെ സർവീസ് ചാർജ് വരുന്നത്. അപ്പോൾ അത് ആ സ്പോട്ട് തന്നെ പേ ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ഈ ഒരു അപ്പോയിൻമെന്റിന്റെ ടൈമിങ് കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മെയിലിലേക്ക് ഒരു സാധനം വരും. അത് പ്രിന്റ് എടുക്കാം അല്ലെങ്കിൽ മൊബൈലിൽ കാണിച്ചു കൊടുത്താൽ മതി അവിടെ എത്തുമ്പോൾ. ഇതാണ് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനുള്ള ഫസ്റ്റത്തെ രീതി എന്ന് പറയുന്നത്. നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. ആ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പറ്റുമെങ്കിൽ നമ്മൾ വെയിറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. വെയിറ്റ് ലിസ്റ്റിൽ നമുക്ക് മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവരൊരു മെയിൽ അയച്ചു തരും സ്ലോട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റിലേക്ക് ബുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് പറഞ്ഞാൽ അതിൽ അവൈലബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പടി കഴിഞ്ഞു. ഇനി നമുക്ക് മെയിനായിട്ട് കൊണ്ടുപോകേണ്ടത് അവർ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കൺട്രീസിൻ്റെയും അതിനകത്തുണ്ടാവും. പക്ഷേ VFSൽ എല്ലാ കൺട്രീസിനും ഓൾമോസ്റ്റ് ഒരേ ടൈപ്പ് ഓഫ് ചെക്ക് ലിസ്റ്റ് തന്നെയാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ഷെങ്കൻ വിസ എന്ന് പറയുന്നതാണ് അവരുടെ ഫസ്റ്റ് ഒരു ഫോം എന്ന് പറയുന്നത്. ഞാനിവിടെ സൈഡിൽ കാണിച്ചു തരാം. അത് നിങ്ങൾ ഒന്ന് നോക്കിക്കുക എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്ന രീതികൾ എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ അതിനകത്ത് വരുന്നത് സർനെയിം, പിന്നെ ഫാമിലി നെയിം. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിനകത്ത് നമ്മൾ ഗിവൺ നെയിം ഉണ്ടാവും, സർനെയിം ഉണ്ടാവും. ഫസ്റ്റ് നെയിമിൽ ഫസ്റ്റ് കോളത്ത് പോകുന്ന സർനെയിമാണ്, സെക്കൻഡിൽ വരുന്നത് നമ്മുടെ നെയിമാണ്, തേർഡിൽ വരുന്നത്. പിന്നീട് നമുക്ക് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, പിന്നെ നമ്മൾ പ്ലേസ് ഓഫ് ബർത്ത്, ഈ കൺട്രി ഓഫ് ബർത്ത്, അതുപോലെ നാഷണാലിറ്റി. എവറിത്തിങ് ഷുഡ് ബി ആസ് പെർ പാസ്പോർട്ട് ആയിരിക്കണം. പാസ്പോർട്ടിൽ കൊടുത്തതിൽ നിന്ന് ഒരു അക്ഷരം മാറാതെ വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്ത് നമ്മൾ ഒരു
ഏതാണ് നമ്മുടെ ജെൻഡർ എന്നുള്ളത് ടിക്ക് ചെയ്യണം, മാരിറ്റൽ സ്റ്റാറ്റസ് ടിക്ക് ചെയ്യാനുണ്ട്. അതിൽ റിലവൻ്റ് ആയിട്ടുള്ള മാത്രം അപ്ലൈ ചെയ്താൽ മതി. പിന്നീട് ഒരു ടൈപ്പ് ഓഫ് ട്രാവൽ ഡോക്യുമെൻ്റ് വരുന്നുണ്ട്, ഓർഡിനറി പാസ്പോർട്ട്. ഞാൻ ഫില്ല് ചെയ്തത് അത് മാത്രമാണ് കേട്ടോ, അതായത് 12ാമത്താണ് ഞാൻ ഫില്ല് ചെയ്തത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സാധനങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡ് മെയിൻ ബോക്സ് മാത്രമാണ്. അവരുടെ ലാംഗ്വേജ് ഉണ്ടോ, ഇംഗ്ലീഷ് ഉണ്ടോ, ഇംഗ്ലീഷ് വായിച്ച് നോക്കിയിട്ട് മാത്രം ഫില്ല് ചെയ്യുക. പിന്നെ നമ്പർ ഓഫ് ട്രാവൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ടാണെങ്കിൽ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ചെയ്ത് വാലിഡിറ്റിയും അതുപോലെ നമ്മുടെ എക്സ്പയറി ഡേറ്റും കൊടുക്കുക. ഇഷ്യൂഡ് കൺട്രി എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ്, നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ വിസയാണ്, പാസ്പോർട്ടാണ് നമ്മൾ വരുന്നത്. സെക്കൻഡ്, നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പിന്നീട് വരുന്നത് നമുക്ക് അവിടെ യൂറോപ്യൻ യൂണിയനിൽ ഏതെങ്കിലും ആളുകളുണ്ടോ എന്നുള്ളതാണ്. അതൊന്നും ഇല്ലാത്തത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ആപ്ലിക്കൻസിൻ്റെ ഹോം അഡ്രസ്സ് കാര്യങ്ങൾ, നമ്മുടെ ഇവിടുത്തെ ഹോം അഡ്രസ്സ് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. പിന്നീട് നമുക്ക് അവിടെ റെസിഡൻസിൻ്റെ കൺട്രി നമുക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ നമ്മുടെ റെസിഡൻസ് വിസ ആണെന്ന് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറണ്ട് ഓക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഓക്യുപ്പേഷൻ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പർപ്പസ് ഓഫ് ജേണി കൊടുക്കുക, അത് നമ്മൾ ടൂറിസമാണ് കൊടുക്കേണ്ടത്. ടൂറിസം കൊടുക്കാം, ടൂറിസം ഫില്ല് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് എൻട്രി ഓഫ് പോയിന്റ് നിങ്ങൾ ഏത് കൺട്രിയിലോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ എവിടെ അപ്ലൈ ചെയ്താലും ഫസ്റ്റ് എൻട്രി ഓഫ് പോയിന്റ് അവിടെ കൊടുക്കണം. ഐറ്റിനറിയിൽ കൂടുതൽ ദിവസങ്ങൾ അവിടെ കൊടുക്കണം, അപ്പോഴാണ് നമുക്ക് വിസ പെട്ടെന്ന് കിട്ടുക. അതിപ്പം നിലവിൽ അങ്ങനെയാണ് അവിടെ ലാൻഡ് ചെയ്യണമെന്നാണ്. ശരിക്കും 2 റൂളാണ്, ഏതർ നമ്മൾ ആ കൺട്രി ലാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ആ കൺട്രി തന്നെ എൻട്രി ഓഫ് പോയിന്റ് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ഷെങ്കൻ എവിടെയാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുക, അതും ഓസ്ട്രിയ എന്നാണ് ഞാൻ കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ എൻട്രി ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ഭാഗ്യം പോലെ ചിലപ്പോൾ മേ ബി അവർ മൾട്ടിപ്പിൾ എൻട്രി തരും. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റൻറ്റഡ് ഡേറ്റ്, നമ്മൾ ഏത് ഡേറ്റിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഡേറ്റിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത്, മോസ്റ്റ്ലി അവർ ആ ഡേറ്റിനുള്ള വിസ മാത്രം തരാനേ ചാൻസ് ഉള്ളൂ. സോ അതുപോലെ തന്നെ കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക, 7 ഡേയ്സോ 10 ഡേയ്സോ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ നിങ്ങൾ ഇതിന് മുമ്പ് ഷെങ്കൻ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും, അതുണ്ടെങ്കിൽ മാത്രം യെസ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നോ കൊടുക്കണം. പിന്നീട് നമ്മൾ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മുടെ അക്കോമഡേഷൻ്റെ ഒരു ഡീറ്റെയിൽസ് അവർ ചോദിക്കും. അത് അവിടുത്തെ ഒരു ഹോസ്റ്റലോ ഹോട്ടലോ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡീറ്റെയിലും അവരുടെ ഒരു നമ്പർ നമുക്ക് ബുക്കിംഗ് കൊടുക്കുമ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടില്ല. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ പേജിൽ സൈൻ ചെയ്യാനുണ്ടാവും. അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യും. അതിനകത്ത് റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഫോം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ടിക്ക് ചെയ്യുന്ന രീതികളൊക്കെ ഇവിടെ കാണിച്ചു. അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ ഫോം. ഇതെല്ലാ കൺട്രീസിലും ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് വേണ്ടത് ഫോട്ടോ ആണ്. ഫോട്ടോക്ക് ഇവിടെ ഒരു സൈസ് ഉണ്ട്, 45x35 എന്ന് കാണിക്കുന്ന ഈ സൈസാണ് വേണ്ടത്. ഞാൻ എടുത്തത് VFS ദുബായിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന ടീം ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫോട്ടോ ബൂത്ത് ഉണ്ട്. ആ 26 ദിർഹംസ് ഞാൻ പേ ചെയ്തത്. ആ 26 ദിർഹംസ് കൊടുക്കുന്ന സമയത്ത് അവർ തന്നെ എനിക്ക് 4 ഫോട്ടോ ആ കറക്റ്റ് സൈസിൽ അവർ തന്നെ എടുത്തിട്ട് പ്രിൻ്റ് എടുത്ത് തരും. സോ അത് നമുക്ക് നല്ല ബെനിഫിറ്റാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 45x35 ഒരു കോപ്പി 2 കോപ്പി ഫോട്ടോസ് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് വേണ്ടത് ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിന് ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ചാടി കയറി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ്ട, മേ ബി വിസ റിജക്റ്റ് ആയാൽ പൈസ പോകും. സോ ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ട്രാവൽസിനെ സമീപിച്ച ഡമ്മി ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ്ട, അവർ ഇഷ്യൂ ചെയ്ത ടിക്കറ്റ്സ് തന്നെ തരും. അവർക്കൊരു 3-4 ഡേയ്സ് മുമ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു 2-3 മാസം മുമ്പുള്ള ടിക്കറ്റ്സ് ആയിരിക്കുമല്ലോ പറയാം. അത് നമുക്കൊരു 100 ദിർഹംസ് കൊടുത്തായിട്ട് പോകും. ഇനി അതല്ലെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. എമിറേറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമിറേറ്റ്സിന് ഫ്ലെക്സ് ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്ലെക്സ് ടിക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഏപ്രിൽ മെയ്യിലേക്കുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ മെയ് 14 ടിക്കറ്റ് ബുക്ക് ചെയ്താൽ 11 വരെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എമൗണ്ട് പോകില്ല. ഒരു 3 ഡേയ്സ് പ്രയർ 72 hours മുമ്പ് വരെ ക്യാൻസൽ ചെയ്താൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ആവുന്ന ടിക്കറ്റ്സിൻ്റെ. പക്ഷേ ഇത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിലൊക്കെ അത്ര എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. 7,000 8,000 ടിക്കറ്റ്സ് ഒക്കെ ആയിരിക്കും ഇൻക്ലൂഡിങ് റിട്ടേൺ. അപ്പം നമ്മൾ അത് ബുക്ക് ചെയ്യുക. അത് ബുക്ക് ചെയ്തിട്ട് ആ വിസ കിട്ടിക്കഴിഞ്ഞ സ്പോട്ട് തന്നെ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ എന്നിട്ട് നിങ്ങൾ ആക്ച്വലി പോകാൻ ഏതാണ് ഉദ്ദേശിക്കുന്നത് ആ ടിക്കറ്റ് എടുക്കാം. പിന്നീട് നമുക്ക് ഫ്ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് ഹോട്ടലാണ്. ഹോട്ടലിൽ നിങ്ങൾക്ക് booking.comലൊക്കെ കയറിയിട്ട് ഫ്രീ ക്യാൻസലേഷൻസുള്ള ഹോട്ടൽസ് എടുക്കുക. അതായത് നമ്മളിപ്പം 31-ാം തീയതിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ 30-ാം തീയതി വരെ ക്യാൻസൽ ചെയ്താൽ ക്യാഷ് പോകാത്ത ടൈപ്പ് ഉണ്ടാകും. അതും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. എമൗണ്ട് ഒന്നും കട്ടാവില്ല. ജസ്റ്റ് അവർ ആ കാർഡിനെ ബേസ് ചെയ്ത് ബുക്കിംഗ് കൺഫേം തരും. നമുക്ക് വിസ കിട്ടിയാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം booking.com വഴിയാണ് ഞാൻ ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ എനിക്ക് കോസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 100 ദിർഹംസ് ഏതെങ്കിലും ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് എടുത്തരും. പിന്നീട് ഐറ്റിനറിയാണ്. ഐറ്റിനറി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ChatGPT അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ റെഫറൻസ് ഒക്കെ യൂട്യൂബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റിനറീസ് പ്രിപ്പയർ ചെയ്ത് കിട്ടും. അതിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രി, ചിലപ്പോൾ നിങ്ങൾ ഒരു കൺട്രി ഉദ്ദേശിക്കുന്ന ആ കൺട്രി തന്നെ ഒരു 5-6 ഡേയ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ 2 കൺട്രി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യുന്ന കൺട്രിയിൽ കൂടുതൽ ഡേയ്സ് കാണിച്ചിട്ട് ബാക്കിയുള്ള ഡേയ്സ് കുറച്ച് കാണിച്ചാൽ മതി. ഇത് എക്സാക്ട്ലി ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് വിസക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇൻഷുറൻസ് ആണ്. ഇത് ക്രെഡിറ്റ് കാർഡിൽ ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ കാർഡ് ഇൻഷുറൻസ് മതിയാവില്ല. ഇതിന് 30,000 euro വാല്യൂ ഉള്ള വേറൊരു ഇൻഷുറൻസ് തന്നെ കാണിക്കണം. ഞാൻ എടുത്തത് AIG എന്ന് പറഞ്ഞ ട്രാവൽ ഇൻഷുറൻസ് എന്നായിരുന്നു.
അതും ആകെ 60 dirhams ഒക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ അവരുടെ ശങ്കൻ VFSന്റെ വെബ്സൈറ്റിൽ തന്നെ അവരായിട്ട് കൊളാബ് ചെയ്ത ചില ടീംസിനെ അവർ കാണിക്കും. ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയി തന്നെ ഇൻഷുറൻസും ഫില്ല് ചെയ്യാവുന്നതാണ്. അവർ എമൗണ്ട് മിക്കവാറും പോകും വിസ കിട്ടിയിട്ടില്ലെങ്കിലും എന്നുള്ളതാണ്. പിന്നീട് വേണ്ടത് ഒറിജിനൽ പാസ്പോർട്ട് അതിനൊരു കോപ്പിയാണ്. പാസ്പോർട്ടിന് ഇവിടെ ലക്കിൽ എന്താണെന്ന് വെച്ചാൽ 3 month മിനിമം വാലിഡിറ്റി ഉണ്ടായാൽ മതി. ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ നിന്ന് 3 month ഉണ്ടാവണം. അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് അല്ല, യാത്ര ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ നിന്ന് 3 month ഉണ്ടായിരിക്കണം. പിന്നീട് മുമ്പ് അപ്ലൈ ചെയ്ത് കിട്ടിയ വിസ, ശങ്കൻ വിസയും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി കൂടി എന്തായാലും അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അത് ഏത് പാസ്പോർട്ടിലാണെന്ന് ചിലപ്പോൾ അതും കൊണ്ടുപോകേണ്ടി വരും. പിന്നെ UAE റെസിഡൻസ് പെർമിറ്റും ഈ പറഞ്ഞ പോലെ തന്നെ മിനിമം 3 month വാലിഡിറ്റി ഉണ്ടായാൽ മതി. ഞാൻ നവംബറിലൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 3 month അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിസ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. 180 days വാലിഡിറ്റി ഉണ്ടായിരിക്കണം യാത്ര പോകുന്നത് ഡേറ്റ് മുതൽ. പിന്നീട് എമിറേറ്റ്സ് ഐഡിയുടെ ഒരു കോപ്പി കൊടുക്കണം. അതുപോലെ തന്നെ NOC കൊടുക്കണം. അതാണ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മുടെ കമ്പനിയിൽ സംസാരിച്ചിട്ട് NOC അപ്ലൈ ചെയ്ത് കിട്ടണം. NOCൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ആ NOC ഒരുവിധം കമ്പനീസിനെക്കാർക്ക് ഒക്കെ ഫോർമാറ്റ് അറിയാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അവർ തന്നെ ഒരു NOC ഫോർമാറ്റ് കാണിക്കും. അതുപോലെ ഫില്ല് ചെയ്താൽ മതി. അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ഡെസിഗ്നേഷൻ, നിങ്ങളുടെ ലീവിങ്, നിങ്ങൾ പോകുന്ന ഡേറ്റും വരുന്ന ഡേറ്റും നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ തരിക. NOCയിൽ കമ്പനിയിൽ നിന്നുള്ള ഓതറൈസ്ഡ് ലെറ്റർ ഹെഡ് തന്നെ ആയിരിക്കണം NOC കൊണ്ടുപോകേണ്ടത്. പിന്നീട് വേണ്ടത് ഒറിജിനൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. എനിക്ക് ഏറ്റവും പണി കിട്ടിയത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവർ ചോദിച്ചെങ്കിൽ നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് നിങ്ങൾക്ക് 4 or 5 months എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു യാത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്, നിങ്ങൾ ശങ്കന് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, നിങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരുപാട് പൈസ ഇട്ടതുകൊണ്ട് മാത്രം അവർ അംഗീകരിക്കണം എന്നൊരു നിർബന്ധമില്ല. എനിക്ക് വിസ കിട്ടാത്തത്, ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് യൂറോപ്പ് വിസ കിട്ടിയാൻ പോയതല്ല. പക്ഷേ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ സംഭവിച്ചൊരു മിസ്റ്റേക്ക് മാത്രമാണ്. അതായത് ഞാൻ പെട്ടെന്നായിരുന്നു അപ്ലൈ ചെയ്തത്. എനിക്ക് 3-4 മാസം സേവിങ്സ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു 3 month മുമ്പ് മുതൽ നിങ്ങൾ എമൗണ്ട് സേവ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ കുറച്ച് എമൗണ്ട് വാങ്ങി അന്നേരം ഇട്ടാലും കുഴപ്പമില്ല. അത് നിങ്ങളൊരു 3 months ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യുക. അതിൽ നിങ്ങൾ സാലറി വരുമ്പോൾ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രം അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് സാലറിയിൽ നിന്ന് തന്നെ നിങ്ങളത് സേവ് ചെയ്യുന്ന മാതിരി അവർക്ക് തോന്നണം. നിങ്ങൾക്ക് ഒരു 6,000 or 7,000 സാലറി നിങ്ങൾ 2,000 മാത്രം ഉപയോഗിക്കുക. അറ്റ്ലീസ്റ്റ് റൂമിലുള്ളത് നാട്ടിലേക്ക് അയക്കാനുള്ള മാത്രം. ബാക്കിയുള്ള എമൗണ്ട്സ് നിങ്ങൾ ആദ്യമേ ഒന്ന് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും യൂസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് കുറച്ച് കൊണ്ടുപോകും. ശരിക്കും 15,000 to 20,000 ഒക്കെ മതി. നിങ്ങളൊരു 6 days ഒക്കെ പോകുമ്പോൾ അവർ പറയുന്നത് പെർ ഡേ 150 euros എന്നാണ്. 150 into 4 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 600 dirhams വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണമെന്ന് അവരുടെ ക്രൈറ്റീരിയ ഉള്ളൂ. പക്ഷെ അവർ നോക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എങ്ങനെയുണ്ട്, നിങ്ങൾ പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ്സ് നടത്തുന്നുണ്ടോ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സാലറി വരുന്നുണ്ടോ, നിങ്ങൾ സേവിങ്സ് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒറ്റയടിക്ക് ബൾക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക് അതായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രം എൻ്റെ വിസ റിജക്റ്റ് ആണ് ചെയ്തത്. വിസ റിജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിഡ്രോവൽ ചെയ്യാനുള്ള കോൾ വന്നു. ഞാനത് വിഡ്രോവൽ ചെയ്യാണ് ചെയ്തത്. അപ്പം ചിലപ്പോൾ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 months സെയിം കൺട്രിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി ഇതിൻ്റെ സ്പെഷ്യലി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VFSകാർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല വിസ റിജക്റ്റ് ചെയ്യുന്നത്. എംബസി നിങ്ങൾക്ക് ഒരിക്കലും റീസൺ പറഞ്ഞു തരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പാസ്പോർട്ട് തിരിച്ചു എന്നുള്ള മെസ്സേജ് വരും. നമ്മൾ പോവുക, പാസ്പോർട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ വിസ ഉണ്ടെങ്കിൽ അപ്രൂവ്ഡ് ആയി, ഇല്ലെങ്കിൽ റിജക്റ്റഡ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് അപ്പീലിന് പോകാനോ അല്ലെങ്കിൽ അവരുടെ റീസൺ ചോദിക്കാൻ പോകാനോ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഇല്ല. ഇനി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അറിയാനുള്ളത് കോസ്റ്റാണ് എല്ലാവരുടെയും ഒരു മെയിൻ കൺസേൺ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ശങ്കൻ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 114 dirhams VFSന് നമ്മൾ എമൗണ്ട് കൊടുത്തു. പിന്നീട് നമുക്ക് വിസക്ക് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ കൊടുക്കേണ്ട പേയ്മെൻറ്റ് ഞാൻ കൊടുത്തത് 348 dirhams ആണ്. നമ്മൾ വിസ ഫീ ആയിട്ട് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് എംബസിക്കുള്ള കോസ്റ്റാണ്. അത് റിജക്റ്റ് ആയ എമൗണ്ട് പോകുന്നതാണ്. ഇപ്പോൾ പറയുന്ന എല്ലാ എമൗണ്ട്സും നമുക്ക് തിരിച്ച് കിട്ടുന്നതല്ല. നമ്മളൊരു വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് ആവുന്നു കൂടി നമ്മൾ മനസ്സിലാക്കാം. പിന്നീട് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ 26 dirhams അവിടെ നിന്ന് എടുത്താണ്. അതും ഒരു എമൗണ്ട് ആയിട്ട് നമ്മൾ കൂട്ടണം. കാരണം എല്ലാവരുടെ കയ്യിലും 6 months ഫോട്ടോ ഉണ്ടായിക്കോളുന്നില്ല. ഇൻഷുറൻസ് എനിക്ക് 63 dirhams ഞാൻ എടുത്തത്. AIG ഇൻഷുറൻസിന്. നിങ്ങൾക്ക് ഏത് ഇൻഷുറൻസ് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. പിന്നീട് സ്റ്റേറ്റ്മെൻറ്റ് മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സും നമുക്ക് എന്തായാലും ചാർജ് ചെയ്യും. 25 dirhams ഒക്കെ പെർ മന്ത് ചാർജ് ചെയ്യുന്നതാണ്. ADCB ആവട്ടെ, CBD ആവട്ടെ, അങ്ങനത്തെ ബാങ്ക്സ് ഒക്കെ. സോ ബാങ്ക് സ്റ്റാമ്പഡ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കണം. അത് ഞാൻ പറയാൻ വിട്ടതാണ്. നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്താൽ അല്ല, ബാങ്കിൽ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നീട് ഇതാണ് നമുക്ക് ടോട്ടലി വരുന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇപ്പം അപ്രോക്സ് വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് 600 dirhamsന് നമുക്ക് കാര്യങ്ങൾ
കഴിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊരു ഏജൻസി ത്രൂ ആണ് പോകുന്നതെങ്കിൽ ഏജൻസിക്ക് ഒരു പ്രശ്നമില്ല, ഏജൻസി ത്രൂ പോകാൻ. നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ്സിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ഇല്ല, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ ബെസ്റ്റ് നിങ്ങൾ ഏജൻസിക്ക് കൊടുക്കാം. അപ്രോക്സ് അവരൊരു 1000 dirhams പെർ ഹെഡ് ചാർജ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഇനി 2-3 പേര് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കുള്ള സംശയമാണ് എത്രത്തോളം ബാങ്ക് ബാലൻസ് കാണിക്കണം എന്നുള്ളത്. അത് ഞാൻ ചോദിച്ച സമയത്ത് ആളുകൾ അവർ 2 പേരൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോകുന്നു, അവർക്കൊരു പ്രയോറിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെങ്കൻ കൺട്രീസ് എന്താ ചിന്തിക്കുന്നത്, നമ്മൾ പോകുന്നു, നമ്മൾ തിരിച്ചു വരും, നമ്മൾ അവിടെ നിന്ന് വേറെ കൺട്രി പാസ് ചെയ്യാനോ അവിടെ പോയിട്ട് നമ്മൾ ഇല്ലീഗൽ മൈഗ്രേഷൻ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചു വരും എന്നുള്ളത് അവർക്കറിയാം, നമുക്കിവിടെ നല്ലൊരു ജോബ് ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇജാരി സബ്മിറ്റ് ചെയ്യാം. ഒരു അഡീഷണൽ ഡോക്യുമെൻ്റ് ആണത്. നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഇജാരി സബ്മിറ്റ് ചെയ്താൽ അവർക്ക് കൺഫർമേഷൻ ഉണ്ടോക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, നിങ്ങൾ തിരിച്ചു വരുന്നുള്ളത്. സെക്കൻഡ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു കവർ ലെറ്റർ കൊടുക്കാം. ഞാൻ കൊടുത്ത കവർ ലെറ്ററിനകത്ത് ഞാൻ ഇത്രയും ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഒരുപാട് കൺട്രീസ് പോയതാണ്, ഞാൻ ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്, ഞാൻ തിരിച്ചു വരുന്നൊക്കെയായിരുന്നു കൊടുത്തത്. സോ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ട്രാവൽ ഹിസ്റ്ററി ഒരു മാൻഡേറ്ററി അല്ല, ഒരു മാനദണ്ഡമല്ല. ഇവിടെ ഫസ്റ്റ് ടൈം ഒരു ട്രാവലും ചെയ്യാത്ത ഡയറക്റ്റ് അപ്ലൈ ചെയ്ത ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഡിപ്പെൻഡ്സ് ഓൺ അവിടെ ഇരിക്കുന്ന ആളുകളും അവരെങ്ങനെയാണ് നമ്മുടെ ഡോക്യുമെന്റ്സിനെ കാണുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ മാൻഡേറ്ററി കൊടുക്കേണ്ടതാണ്. നമ്മൾ ആദ്യം അപ്പോയിൻമെന്റ് എടുക്കുക. അപ്പോയിൻമെന്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെക്ക് ലിസ്റ്റിനകത്ത് ആദ്യം ഫോം ഫില്ല് ചെയ്യുക, നമുക്ക് ഫോട്ടോ എടുക്കണം, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, ഐറ്റിനറി, ഫ്ലൈറ്റ്, ഹോട്ടൽ, ഇൻഷുറൻസ്, പിന്നെ നമ്മുടെ പാസ്പോർട്ട്, വിസ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ. ഇത് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിനും ഇതേ ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് ആയിരുന്നു. അവിടെ ആപ്ലിക്കേഷൻ ഫോം മാറുന്നുള്ളൂ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 months പറയേണ്ടത് 6 months ആവുന്നുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ കൺട്രീസും വിസ വേണ്ട കൺട്രീസുകൾ അധികവും സെയിം പ്രൊസീജിയേഴ്സാണ് വരുന്നത്. ഇതൊരു ഡീറ്റെയിൽഡ് ബ്ലോഗാണ്. ഇതിനകത്ത് പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ വിസ കിട്ടിയെന്നല്ല പറയുന്നത്, പക്ഷേ ഞാൻ സ്വന്തം ചെയ്താൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, എൻ്റെ ഡോക്യുമെൻറ്റ്സും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഏജൻസിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കേണ്ടതാണ്. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവരും വെക്കുക. ഏജൻസികൾക്ക് കൊടുത്താൽ അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒന്ന് ഫോം ഫില്ല് ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൻ്റെ അകത്തുള്ള ഫോട്ടോ അത് നിങ്ങൾ തന്നെ എടുത്ത് കൊടുക്കണം. അക്കോമഡേഷൻ്റെ കോപ്പി അവരുണ്ടാക്കി തരും, ഫ്ലൈറ്റിൻ്റെ കോപ്പി അവരുണ്ടാക്കി തരും. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ, NOC നിങ്ങൾ തന്നെ നിങ്ങളെ കമ്പനിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, മറ്റ് അവർക്ക് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊടുക്കുന്നത്. അവർ നിങ്ങളുടെ ഡോക്യുമെന്റേഷനും ഐറ്റിനറിയൊക്കെ പ്രോപ്പറാക്കി ഉണ്ടാക്കി തരുന്നുള്ളത് മാത്രമാണ്. പിന്നീട് ഏജൻസികളെ സംബന്ധിച്ച് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർ കുറേ ഡമ്മി സ്ലോട്ട്സ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അവരുടെ കയ്യിൽ സ്ലോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതാണ് ഏജൻസിക്ക് കിട്ടുന്ന മറ്റൊരു ഗുണം. സോ ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു ഡു യുവർ ഡോക്യുമെന്റ്സ്, go with an agency. But if you have patience, do your own, you can save a lot of money and you have an experience by setting it yourself. സോ ഈ ബ്ലോഗിൽ ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സും പറഞ്ഞു, ഇജാരി അറ്റാച്ച് ചെയ്യുക, കവർ ലെറ്റർ അറ്റാച്ച് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. സോ നമ്മൾ സ്വന്തം ഒരു കാര്യം ചെയ്ത് നമുക്ക് ആ വിസ കിട്ടുമുണ്ടാവുന്ന ഹാപ്പിനെസ് വേറെ തന്നെയാണ്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് സെയിം നെയിമിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ, DM ചെയ്യാം. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ പറഞ്ഞുതരാവുന്നതാണ്. സോ ഇതാണ് നമുക്ക് ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയസും കാര്യങ്ങളും. പരമാവധി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ട് ഫോട്ടോസ് കാണിച്ചിട്ട് തന്നെ. Bye bye. Keep support and subscribe.